ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് സം എക്സാമ്പിൾസ് ടു സ്ലോ ആൻഡ് ഫാസ്റ്റ് ചേഞ്ചസ്. സ്ലോ ചേഞ്ചസിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ചേഞ്ചിങ് മിൽക്ക് ഇൻ ടു കേർഡ്, പാല് തൈരാവുന്നത് എങ്ങനെയാണ്? അത് വളരെ സ്ലോ ആയി നടക്കുന്ന മാറ്റമാണ്. അതേപോലെ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്, പഴങ്ങളെല്ലാം പാകപ്പെടുന്നത് വളരെ സാവധാനമുള്ള ഒരു ചേഞ്ചാണ്. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പായി മാറുന്നതും വളരെ വളരെ സാവധാനത്തിൽ നടക്കുന്ന ഒരു മാറ്റമാണ്. മെൽറ്റിംഗ് ഓഫ് ഐസ് ഉരുകുന്നതും വളരെ സാവധാനത്തിലുള്ള മാറ്റമാണ്. ഇനി എന്തെല്ലാമാണ് ഫാസ്റ്റ് ചേഞ്ചസ് നോക്കാം. ബേണിംഗ് ഓഫ് പേപ്പർ, ഒരു പേപ്പർ കത്തിക്കുക, അതും വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു മാറ്റമാണ്. അത് ആഷായി മാറും. അതുപോലെ ക്രാക്കേഴ്സ് ബേസ്റ്റിംഗ്, പടക്കങ്ങളെല്ലാം പൊട്ടുന്നത്. ലൈറ്റ്നിങ് ഓഫ് ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ചസിന് കുറച്ച് എക്സാമ്പിൾസ് എഴുതുക. കുറേ എക്സാമ്പിൾസ് തന്നിട്ടുണ്ടാവും. അതിൽ ഓരോന്നും എന്താണ് കെമിക്കൽ ചേഞ്ച് അഥവാ എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് കണ്ടുപിടിക്കണം. കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്, ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണോ ഫിസിക്കൽ ചേഞ്ച് ആണോ എന്ന് എങ്ങനെ നോക്കാം? ആ മിൽക്കിന് വരുന്ന മാറ്റം കെമിക്കൽ ചേഞ്ച് ആണ്. അതിന് വീണ്ടും ആദ്യത്തെ മാറ്റത്തിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് അതെന്താണ് കെമിക്കൽ ചേഞ്ച് ആണ്. അതായത് ഒരു വസ്തു അതിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ച് അതിന് തിരിച്ചും വീണ്ടും അതേ രൂപത്തിലായി മാറാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത്? കെമിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിലോ ആ വസ്തു അതിനൊരു മാറ്റം വന്ന് അതിനെ വീണ്ടും തിരിച്ച് പഴയ രീതിയിലേക്ക് തന്നെ പോകാൻ കഴിയും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഫിസിക്കൽ ചേഞ്ച്. അടുത്ത മെൽറ്റിംഗ് ഓഫ് വാക്സ് മെൽറ്റ് ആവുന്നത്. ഇപ്പം വാക്സിനെ നമ്മൾ ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും എന്തായി മാറും? വാക്സായി മാറും. അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. മെൽറ്റിംഗ് ഓഫ് ഐസ് മെൽറ്റ് ചെയ്യുന്നതും എന്താണ്? അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഐസ് ചൂടാക്കിയാൽ അത് വെള്ളമാകും, വെള്ളം വീണ്ടും തണുപ്പിച്ചാൽ അത് വീണ്ടും ഐസായി മാറും. ബേണിംഗ് ഓഫ് കാൻഡിൽ, അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഫോർമേഷൻ ഓഫ് ഐസ് ഫോം ചെയ്യുന്നതും ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഡിസൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ, വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചൂടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും ഉപ്പ് കിട്ടും. അപ്പോൾ അതും ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ബേണിംഗ് ഓഫ് ഫയർവുഡ്, വിറകെല്ലാം കത്തിക്കഴിഞ്ഞാൽ അത് ചാരമായ വീണ്ടും വിറകാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പോൾ മാറ്റങ്ങൾ നടക്കുന്നതാണ് കെമിക്കൽ ചേഞ്ച്. മാറ്റങ്ങളൊന്നും വന്നില്ലെങ്കിൽ അതിനെ വീണ്ടും ആദ്യത്തെ രൂപത്തിലാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പായി കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഇരുമ്പാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. പേജ് നമ്പർ 55 തന്നിട്ടുള്ള ബോക്സ് നല്ല രീതിയിൽ പഠിക്കുക. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലിക്കബിൾ ടു സോളിഡ് സബ്സ്റ്റൻസസ് ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എനർജി ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഈസ് വെരി ഹൈ. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഹാവ് ലിറ്റിൽ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഈസ് വെരി ഹൈ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഹാവ് ലിറ്റിൽ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇവിടെ സോളിഡ് സബ്സ്റ്റൻസിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ പാർട്ടിക്കിൾസിനിടയിലുള്ള ഡിസ്റ്റൻസ്, ആ പാർട്ടിക്കിൾസിനിടയിലുള്ള അട്രാക്ഷൻസ്, അതിൻ്റെ മൂവ്മെൻറ്റ്, പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ എനർജി, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രകൃതിയിലുള്ള ഏതൊരു വസ്തുക്കളും ഒന്നുകിൽ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ്, ഈ 3 അവസ്ഥകളിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കും. ഇപ്പോൾ സോളിഡ് അവസ്ഥയിലുള്ള വസ്തുക്കളിൽ അതിൻ്റെ പാർട്ടിക്കിൾസ് വളരെ തിങ്ങിയ അവസ്ഥയിലായിരിക്കും, അതായത് അടുപ്പിച്ചായിരിക്കും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ഈസ് വെരി ലെസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. എന്നാൽ ലിക്വിഡിലാണെങ്കിലോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, ഇവിടെ പിക്ചറിൽ കാണാം, ലിക്വിഡിൽ പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? അകന്നകന്നാണ് നിൽക്കുന്നത്. ഇനി ഗ്യാസിലാണെങ്കിലോ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വെരി ഹൈ ആണ്. അതുപോലെ തന്നെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സോളിഡിൽ നമുക്ക് നോക്കാം. ഇവിടെ സോളിഡ് തന്നിട്ടുണ്ട്. ഈ സോളിഡിൽ പാർട്ടിക്കിൾസ് അവ തമ്മിലുള്ള അട്രാക്ഷൻസ് വെരി ഹൈ ആണ്. അതേസമയം ലിക്വിഡിൽ പാർട്ടിക്കിൾസ് സോളിഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ലെസ് ആണ്. ഗ്യാസിലും അതുപോലെ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഈസ് വെരി ലെസ്. ഇനി ഇവിടെയുള്ള സോളിഡിലുള്ള ഈ പാർട്ടിക്കിൾസ് അടുത്തടുത്താണ്, വളരെ അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് വളരെ കുറവാണ്, വെരി ലെസ്. സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് വെരി ലെസ്. എന്നാൽ ലിക്വിഡിലാണെങ്കിലോ സ്പീഡ് ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഹയർ ദാൻ സോളിഡ്. ഇനി കമ്പയർ ടു ദീസ് ടു സ്റ്റേറ്റ് ഓഫ് മാറ്റർ, ദ പാർട്ടിക്കിൾസ് സ്പീഡ് ഗ്യാസിൽ എങ്ങനെയാണുള്ളത്? വളരെ ഹൈ ആണ്.
ഇനി അതുപോലെ നമുക്ക് ഇതിൻ്റെ എനർജി, പാർട്ടിക്കിൾസിൻ്റെ എനർജി എങ്ങനെയാണെന്ന് നോക്കാം. സോളിഡിൽ വളരെ കുറവാണ്. പാർട്ടിക്കിൾസിൻ്റെ എനർജി വളരെ കുറവാണ്, കാരണം അവ അടുത്തടുത്താണ് നിൽക്കുന്നത്. ലിക്വിഡിലാണെങ്കിൽ സോളിഡിനെക്കാട്ടിലും എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഹയർ ആണ്. ഗ്യാസിൽ എനർജി ഓഫ് പാർട്ടിക്കിൾസ് വളരെ കൂടുതലാണ്, കാരണം അതിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിൽ അകലം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അതിൻ്റെ എനർജിയും കൂടുതലാണ്. One of the properties of matter is that it occupies space. The space occupied by matter is its volume. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു എക്സാമ്പിൾ സഹിതം നിങ്ങൾ എഴുതാനുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 52-ൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആ ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. Dip a stone hung on a thread into a beaker with marked water level. Then what happens to the water? The water level increases. This shows that the matter occupies space.